കോഴിക്കച്ചവടമായിരുന്നു അയാൾക്ക്. ഫാമിലെ ആരോഗ്യമുള്ള കോഴികളെ കണ്ട മധ്യവയസ്കൻ ചോദിച്ചു, നിങ്ങൾ കോഴികൾക്ക് എന്താണ് കൊടുക്കുന്നത്? വായ്പയെടുത്താണ് കച്ചവടമെങ്കിലും അയാൾ പൊങ്ങച്ചത്തോടെ മറുപടി നൽകി, ബദാമും അണ്ടിപ്പരിപ്പും പൊടിച്ചു നൽകും. സംഗതി പാട്ടായി. ആഹാ, ഇത്രയ്ക്ക് കാശോ? പണം ഉടൻ തിരികെ വേണമെന്ന് പറഞ്ഞ് വായ്പ കൊടുത്തവരെല്ലാം കച്ചവടക്കാരനെ വിരട്ടി. ദിവസങ്ങൾക്ക് ശേഷം കച്ചവടക്കാരനോട് ഇതേ ചോദ്യം മറ്റൊരാൾ ചോദിച്ചു. കോഴികൾക്ക് ഞാൻ ഒന്നും കൊടുക്കാറില്ല എന്നായിരുന്നു മറുപടി. കോഴികളെ പട്ടിണിക്കിടുന്നുവെന്ന് പറഞ്ഞ് അയാൾ കേസ് കൊടുത്തു. പിറ്റേന്ന് മറ്റൊരാൾ ചോദ്യം ആവർത്തിച്ചു. ഞാൻ കോഴികൾക്ക് ഓരോ രൂപ വീതം കൊടുക്കും, അവരിഷ്ടമുള്ളത് വാങ്ങിക്കഴിക്കും. മറുപടി കേട്ട് കോഴികളെ വാങ്ങാനെത്തിയ ചോദ്യകർത്താവ് സ്ഥലം വിട്ടു. വർണ്ണനകളോ വിവരണങ്ങളോ ഇല്ലാതെ നേരിട്ട് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയുന്നതെല്ലാം അങ്ങനെ തന്നെ അവസാനിപ്പിക്കുകയല്ലേ നല്ലത്? സംശയം ഉന്നയിക്കുന്നവർക്കും അന്വേഷകർക്കും വേണ്ടത് അവർക്ക് ആവശ്യമുള്ള ശരിയായ ഉത്തരങ്ങളാണ്. മറുപടി പറയുന്നവരുടെ മനോനിലയ്ക്കും പ്രകൃതത്തിനും അനുസരിച്ചുള്ള ഉത്തരങ്ങൾ ആർക്കാണ് വേണ്ടത്? പക്വമായ പ്രതികരണശേഷിയില്ലാത്തവരോട് എങ്ങനെയാണ് ആളുകൾ ഇടപഴകുക? അനാവശ്യ വാക്കുകളും അനാരോഗ്യകരമായ സമീപനങ്ങളുമാണ് ബന്ധങ്ങൾക്കിടയിൽ മതിൽ തീർക്കുന്നത്. സംഭാഷണങ്ങളിലെ സംയമനവും സതുദ്ദേശവും മാത്രം മതി ബന്ധങ്ങൾക്ക് ഊർജം പകരാൻ. അറിയാത്ത ഉത്തരങ്ങളോ തെറ്റിപ്പോയ ഉത്തരങ്ങളോ അല്ല, അറിയില്ലെന്ന് ഭാവിക്കുകയോ പറയില്ലെന്ന് തീരുമാനിക്കുകയോ ചെയ്ത ഉത്തരങ്ങളാണ് സമ്പർക്കങ്ങളിലെ സങ്കീർണതകൾക്ക് കാരണം. നേര് പറയുന്നതിന് ചില ഗുണങ്ങളുണ്ട്. പറഞ്ഞതൊന്നും ഓർത്തിരിക്കേണ്ട, പറയേണ്ടത് എന്തെന്ന് ആലോചിക്കേണ്ട, പറയാനുള്ളത് ഒളിച്ചു വയ്ക്കേണ്ട. സത്യം സൃഷ്ടിക്കുന്ന താൽക്കാലിക അനിഷ്ടങ്ങളാണ് അസത്യം സൃഷ്ടിക്കുന്ന ദീർഘകാല പ്രശ്നങ്ങളെക്കാൾ ഭേദം.